നമ്മുടെ ചാനലിൽ വലിയൊരു പ്രോഗ്രാം നടക്കാൻ വേണ്ടി 5 കമ്മിറ്റഡ് ആണോ? വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ കുറെ അധികം കാര്യങ്ങൾ നടന്നു. ഹലോ ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് അതെ എന്തോ കാര്യമായിട്ട് പറയാനുണ്ടെങ്കിലേ ഗൈസ് ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇരിക്കാറുള്ളൂ. അതെ ഗൈസ്, ഞങ്ങൾക്ക് വലിയ കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ട്. കുറെ കാലം ഇടുന്ന വെച്ചാല് കൃത്യമായിട്ട് പറഞ്ഞാൽ അഞ്ചിന്റെ ഒരു ഷോർട്സ് നമ്മൾ അരികത്തായാരോ എന്നുള്ള ആ ഒരു പാട്ടിന് അതിട്ടതിന് ശേഷം ഒരുപാട് കമന്റ്സ് ഇങ്ങനെ വരുന്നുണ്ട്. അഞ്ചിന്റെ ലവ് സ്റ്റോറി, അഞ്ചിന്റെ റിലേഷൻഷിപ്പ് റിവ്യൂ, അഞ്ചിക്ക് ആരെങ്കിലും ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഗൈസ്. അപ്പോ ആ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. എനിക്ക് പറയുമ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ നാളെ ഇവർക്ക് രണ്ടുപേർക്കാണ്. അപ്പൊ ഗൈസ് ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് നമ്മുടെ ചാനലിൽ വലിയൊരു പ്രോഗ്രാം നടക്കാൻ വേണ്ടി. ഞങ്ങൾ വിചാരിച്ചത് ആദ്യം ആ കാലത്ത് തുടങ്ങിയത് ഷാമിയായിരിക്കുന്നത്, പക്ഷെ എല്ലാവരുടെ പ്രതീക്ഷ നേരെ തെറ്റിച്ചിട്ട് ഞാൻ ചെറുതായി ഒന്ന് കല ഉടച്ചു പോയി. എനിക്ക് തെറ്റു പറ്റി. 5 ഗൈസ് അതിന് തുടക്കം കുറിക്കാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ആ ഒരു പെണ്ണ് കാണലിന്റെ അത് പറയുന്ന വീഡിയോ ഉണ്ടായിരുന്നല്ലോ, അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലപ്പോ ഇന്നെക്കാളും മുന്നേ ഇവിടെ ചിലര് കെട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴും നമ്മൾ ആ ട്രാക്കിലേക്ക് വന്നിട്ടില്ല. ഇത് ലാസ്റ്റ് പറഞ്ഞു വരുന്നത് എന്താന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞെടുക്കാം. അപ്പൊ ഗൈസ് ഞങ്ങൾ പറഞ്ഞു വരുന്നത് 5 കമ്മിറ്റഡ് ആണോ? അതെ, 5 കമ്മിറ്റഡ് ആണ്. എല്ലാം പെട്ടെന്നായിരുന്നു ഗൈസ്. ഇനി നമ്മളെ ചാനലിൽ നിങ്ങൾ കാണാൻ പോകുന്നത് തൊട്ടടുത്ത് തന്നെ ആയിട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മളെ 5ന്റെ പെണ്ണ് കാണലാണ് ഗൈസ്. എനിക്ക് നാണം വരുന്നുണ്ട്. പെണ്ണ് കാണല് മാത്രമല്ല, എൻഗേജ്മെന്റും അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും ഗൈസ് ഇനി നമ്മളെ ചാനലിൽ നിങ്ങൾ കാണാൻ പോകുന്ന വിശേഷങ്ങൾ. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുകയാണ്. ഇവര് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഞാനും തീരെ പ്രതീക്ഷിച്ചത്. അതെന്താ വെച്ചാൽ വളരെ കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ കുറെ അധികം കാര്യങ്ങൾ നടന്നു ഗൈസ്. അതിന്റെ ഒരു റിസൾട്ട് ആണ് ഇത്ര പെട്ടെന്ന് ഈ പ്രോഗ്രാംസ് എല്ലാം കൂടി നടക്കാൻ വേണ്ടി. ഞങ്ങളിപ്പോ അതിന്റെ ഒക്കെ ഓട്ടത്തിലാണ് ഗൈസ്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട്. നമ്മളെ ഈ ഒരു ചാനലത്തെ ആദ്യത്തെ ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം ആയിട്ട് വരുന്നത് 5ൻ്റെതാണ്. എൻഗേജ്മെന്റ് ആയിട്ട് വരുന്നത് 5ൻ്റെതാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഒക്കെ ഓട്ടത്തിലാണ്, ഞങ്ങൾ അതിന്റെ എക്സൈറ്റ്മെന്റിലാണ്. ഓരോ ദിവസം എന്നാവോ ഇനി ഇത്ര ദിവസമാക്കി അങ്ങനെ നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അടുത്തൊരു മെയിൻ ആയിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ചാല് നമ്മുടെ 5ന്റെ പെണ്ണുകളാണ്. അപ്പൊ 5നെ കാണാൻ വേണ്ടിയിട്ട് ചെക്കനും ചെക്കന്റെ വീട്ടുകാരും നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പൊ ആ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് 5ന്റെ ചെക്കനും കാണാൻ പറ്റും. 5നെ കൈയടിക്കുന്നത്. 5ക്ക് ചെറുതായിട്ട് നാണൊക്കെ വരുന്നുണ്ട്. ഞങ്ങളുടെ തന്നെ കാര്യങ്ങൾ മുഴുവനായിട്ട് പറയണം എന്നൊക്കെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങളടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ചാണ് കേട്ടോ. ഇവള് ഇപ്പൊ ഇരിക്കുന്നതൊന്നും നോക്കണ്ട. ഇവളിപ്പൊ ഇരിക്കുന്ന പോലെ ഒന്നല്ല, ഇവക്ക് ഭയങ്കര ടെൻഷനാണ്. അയ്യോ അതാവോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഏത് ഡ്രസ്സാണ്. ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോവാണ്. ആദ്യമായിട്ടുള്ള പെണ്ണ് കാണലാണ്. എന്തൊക്കെയോ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. അതേപോലെ തന്നെ അപ്പുറത്തുള്ള ആൾക്കും ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഇവളെ പോലെ തന്നെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് ആളും. അപ്പൊ എന്താവും കൂടുതൽ ഞങ്ങള് പേടിപ്പിക്കുകയും ചെയ്തു. ഇവള് നല്ലോണം പേടിപ്പിക്കുന്നത്. എന്തെന്ന് പറഞ്ഞാൽ കണ്ണുരുട്ടി കോക്കറി ആണെങ്കിൽ അവിടെ പെണ്ണാണ് ചിരിപ്പിക്കാൻ വേണ്ടിട്ട് ദൂരത്തുനിന്ന് ഞങ്ങൾ കണ്ടെടുത്തതൊക്കെ. അല്ല, കോമഡി എന്താണെന്ന് അറിയോ, ഇവളുടെ വീട് എന്ന് പറഞ്ഞാല് ഒരുപാട് കുടുംബക്കാർ അടുത്തടുത്ത് ഒരു ജോയിന്റ് ഫാമിലിയാണ്. ഇവരുടെ ഒരു സൈഡ്, റോഡിന്റെ സൈഡ് മൊത്തം ഇവരുടെ കുടുംബക്കാരാണ്. അപ്പൊ കുറെ ആൾക്കാരുണ്ടാവും. ഓരാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 പേര്, 4-5 പേര് വരുന്ന ഒരു ചടങ്ങാണ്. ഇങ്ങോട്ടേക്ക് വരുന്ന ചടങ്ങാണ്. ഇവിടെ ഫുള്ള് നാട്ടുകാർ മൊത്തം ഉണ്ടാവും. ഒരു 4-5 പേരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട്. അപ്പൊ നടക്കാൻ പോകുന്നത് ഒരു പ്രോപ്പർ പെണ്ണ് കാണൽ ചടങ്ങാണ്. 5 ഇങ്ങനെ ചായ ഒക്കെ ആയിട്ട് ഇങ്ങനെ ട്രെയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യൂലേ. പെണ്ണ് കാണാൻ വേണ്ടി കൊണ്ടു കൊടുക്കണം. ഇങ്ങനെ ഇളകിയിട്ട് ചേട്ടാ ചായ മേലൊന്നും മറക്കൂലായിരിക്കും ഗൈസ്. ഇവള് വിറച്ചിട്ട് 5 ഇങ്ങനെ മിണ്ടാതിരിക്കുന്ന നിങ്ങൾ കണ്ടിരിക്കുന്ന വീഡിയോയില് ഞാൻ അറിയാം എന്തൊക്കെയോ പറയാ. ഒരു പാവത്തിനെ പോലെ പൂച്ചനെ പോലെ ഇരിക്കുക നടുവിൽ. അത് ഈ ബാക്കിയുള്ളവരൊക്കെ വരുമ്പോ നമുക്ക് ഭയങ്കര ഒരു ഉഷാറാണ്. സ്വന്തമായിട്ട് വരുമ്പോ ഒരു ചെറിയൊരു പേടി. അന്നത്തെ നമ്മളെ പേടിക്ക് ഇപ്പഴാ മനസ്സിലാവും. ഇനിയിപ്പോ നമുക്ക് പെണ്ണുകാരുടെ ഡ്രസ് എടുക്കാൻ പോവാനുണ്ട്. ഏത് കളർ 5 എടുക്കാം? കളർ ഏതായാലും കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗി. കാണാൻ നല്ല
ഭംഗിയുള്ള ഡ്രസ് എടുത്താൽ മതി. കളർ വേറെ വേറൊന്നും വേണ്ട. പിന്നെ ഗൈസ് ഇങ്ങനത്തെ പരിപാടി ഞാനാണ് തുടങ്ങി വെച്ചതെങ്കിലും കല്യാണം ആദ്യമായിട്ട് വരാൻ പോകുന്നത് അഞ്ചിന്റെതാണ്. അത് ഞാനാണ് ഇവിടെ തുടങ്ങിയത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിലവരായിരിക്കും ഇവിടെ നേരത്തെ കെട്ടിപ്പോവാ, അതേപോലെ തന്നെ കെട്ടാൻ പോകുന്നത് അഞ്ചാണ്. പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിപ്പോ പെട്ടെന്ന് പക്ഷെ അങ്ങോട്ട് പോകൂല. കല്യാണം കഴിഞ്ഞ അഞ്ചി ഞങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. അതൊന്നും ആരും ടെൻഷൻ അടിക്കണ്ട. കമന്റ്സിൽ വരും അഞ്ചി പോവൂല ഗൈസ്. അഞ്ചി നമ്മുടെ കൂടെ ഉണ്ടാവും. പോലെ ഷാമി പോലെ ശ്രീം പോലെ എല്ലാരും ഇവിടെ തന്നെ എല്ലാരും ഇവിടെ തന്നെ ഉണ്ടാവും. എല്ലാരും ഭർത്താക്കന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും ഗൈസ്. ചെക്കനെ പറ്റി ഞങ്ങൾ വേറെ എടുക്കട്ടെ. എന്തെങ്കിലും ക്ലൂ കൊടുക്കണം. ചെക്കൻ ഗൈസ് അല്ല, അതല്ല, പേരൊന്നും പറയാനല്ല. ആ പേരൊക്കെ ഗൈസ് നമ്മൾ ആ പെണ്ണ് കാണാൻ റിവീൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചെക്കനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. പക്ഷെ ഒരു കുഞ്ഞു കാര്യം, ചെക്കൻ ഇവിടെ അല്ല. ഒരു ക്ലൂ കൊടുക്കാം. ചെക്കൻ കോഴിക്കോടല്ല, കണ്ണൂരാണ് ചെക്കൻ താമസിക്കുന്നത്. ഞങ്ങൾ കണ്ണൂർ കോഴിക്കോടുമായിട്ടുള്ള ഒരു അന്തർധാരയാണ്. ഇനിയിപ്പോ അഞ്ച് കല്യാണം കഴിഞ്ഞ് കണ്ണൂരോട്ട് പോയാലും ഞങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് കണ്ണൂരോട്ടേക്ക് പോയിട്ട് അവിടുന്ന് മോക്ടെയിൽ കുടിക്കാനുണ്ട്, തലശ്ശേരി ബിരിയാണി കഴിക്കാനുണ്ട്, പിന്നെ കൊറേ ബീച്ചസ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറെ സ്പോട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. അഞ്ചിന്റെ ചെക്കന് ഇന്ന സ്ഥലത്ത് നിന്നെ നല്ല ഫുഡ് കിട്ടും, നല്ല ഫുഡിയാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് സമാധാനമായി. ഈ കൂട്ടത്തിലുള്ള എല്ലാരും നല്ല ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളത്. അപ്പൊ നല്ല അടിപൊളി ഫുഡ് സ്പോട്ടൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അവിടെ പോയിട്ട് ഫുഡ് കഴിക്കണം. കുറെ പ്ലാനുകളുണ്ട് ഗൈസ് ഞങ്ങൾക്ക്. ഇനി ഞങ്ങൾ കണ്ണൂരും കോഴിക്കോടും കണ്ണൂരും അങ്ങനെയൊക്കെ ആയിട്ടായിരിക്കും അഞ്ചിന്റെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ. ഞങ്ങൾ അവിടെ കേറ്റൂലേ? എന്തായാലും തീർച്ചയായും ഞങ്ങൾ അവിടെ തന്നെ ആയിരിക്കും മിക്കവാറും. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ ചാനലിൽ വരാൻ പോകുന്ന വലിയ ഞങ്ങളെ സംബന്ധിച്ചത് വലിയൊരു വിശേഷമാണ്. നമ്മൾ അഞ്ചിന്റെ പരിപാടി നടക്കാൻ പോകുന്നത്. അപ്പൊ ഇനി തുരുതുര പെണ്ണ് കാണുന്ന എൻഗേജ്മെന്റും അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് വരാൻ പോവാണ്. മെയിൻ ആയിട്ട് തൊട്ടടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് അഞ്ചിന്റെ ചെക്കനെ കാണാൻ പറ്റും. അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കും എന്തായാലും. അപ്പൊ ഇവരെങ്ങനെ കണ്ടുമുട്ടിയതെന്നും അറിഞ്ഞതെന്നൊക്കെ നമുക്ക് വഴിയെ അറിയാം. എന്നെ കൊണ്ട് കുറെ പറയിപ്പിച്ചിട്ടുണ്ടല്ലോ. അത്രയൊന്നും എന്തായാലും പറയാനില്ല. അല്ല, മണിക്കൂറുകളോളം എന്നെ കൊണ്ട് ലവ് സ്റ്റോറി പറയിപ്പിച്ച ടീമാണ്. അപ്പൊ നമുക്ക് ഇവരെ കൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അപ്പൊ നമുക്കത് വഴിയെ അറിയാം ഗൈസ്. അപ്പൊ എല്ലാരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് അഞ്ചിന്റെ ചെക്കൻ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. അപ്പൊ എല്ലാവർക്കും ബൈ.